ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കുകൾ 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല ഡിവിഡൻഡ് yielding തരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ടോട്ടൽ 5 സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്രൈസ് വളരെ കുറഞ്ഞ സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് മെയിൻലി റഡാർ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോ ഓപ്റ്റിക് ബിസിനസ് ആണ് ഇവരുടേത്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ₹115 ആണ്. 52-week ഹൈ 123 ആൻഡ് 52-week ലോ ₹56. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 27,997. ബുക്ക് വാല്യൂ 41.6. ഡിവിഡൻഡ് yield 2.44% തരുന്നുണ്ട്. ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 18.9%, ROC 25.7% ഉണ്ട്. അപ്പോൾ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. നല്ല ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട്. ഇവരുടെ കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ഷനിൽ ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ഹണിവെൽ ഓട്ടോ, ആംബർ എന്റർപ്രൈസസ്, ജീനസ് പവർ, ഹിൻ റെക്ടിഫയേഴ്സ്, പെർമനന്റ് മാഗ്നറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇവരുടെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1000 നിന്നും 3000 ആയി ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ലോണം ഇൻക്രീസ് ആയി തന്നെ പറഞ്ഞു. 146 നിന്നും 627 ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 54 നിന്നും 399 ആയിട്ട് ഇൻക്രീസ് ആയി. ദെൻ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഒരേപോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. FII കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിരിക്കുന്നു. DII ഇൻക്രീസ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്, ബട്ട് നോട്ട് ബാഡ്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് സെയിൽസ് നല്ല ഇംപ്രൂവ് ആയി, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നല്ല ഡിവിഡൻഡ് yielding ആണ്, പ്രൈസും കുറവാണ്, ₹200 താഴെയുള്ളത് ആ സ്റ്റോക്ക് തന്നെയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം തന്നെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് NBCC ആണ്. NBCC മെയിൻലി 3 സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രോജക്ട് മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷനിൽ. കറണ്ട് പ്രൈസ് 29.8, ₹100 താഴെയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5355. ദെൻ 52-week ഹൈ ₹39, 52-week ലോ ₹14 ആണ്. ഡിവിഡൻഡ് yield 0.45% തരുന്നുണ്ട്. ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 6.75%, ROC 20.5 ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നു. ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്ക് 29.55% ആണ് ഡിവിഡൻഡ് നൽകുന്നത്. കോമ്പറ്റീറ്റേഴ്സ് റിയാലിറ്റി സെക്ടറിൽ DLF, ഒബ്രോയ്, ഫിനിക്സ് മിൽ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ബ്രൈഗേഡ് എന്റർപ്രൈസസ് ഒക്കെയാണ്. ഇവരുടെ സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയി. 684 നിന്നും 1377 ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 6 നിന്നും 43 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ. ദെൻ റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് കുറച്ചൊന്ന് ഡിപ്പായിരിക്കുകയാണ് ലാസ്റ്റ് മന്ത്. ദെൻ ബിക്കോസ് ഓഫ് ഈ ഒരു കൊറോണ സീസൺ പാൻഡമിക് ആയതുകൊണ്ടാണ്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതായത് മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ വരെ ഒരേപോലത്തെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ദെൻ FII കമ്പാരിറ്റീവ്ലി കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് കുറവാണ്, ഡെപ്റ്റ് ഫ്രീ ആൻഡ് ഡിവിഡൻഡ് yielding എന്ന് 3 കാരണത്താൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അലംബിക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും ₹100 താഴെയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2559. ഇവർ മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് API ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. ഡിവിഡൻഡ് 0.60, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 25, ബുക്ക് വാല്യൂ 74.3, ദെൻ ROC 7% ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിപ്പിന് ശേഷം നല്ല ഒരു ഗ്രോയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. CAGR ലാസ്റ്റ് 5 years ആയിട്ട് 25.19% ഉണ്ട്. ഡെപ്റ്റ് ഫ്രീ ആണ്.
മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിനെ കാട്ടി കൂടുതലാണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിരിക്കുന്നു. ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ബയോകോൺ, ഓറോബിൻഡോ ഫാർമ, കാൻഡില ഹെൽത്ത് കെയർ, ട്വറൻ ഫാർമയാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് ഇൻക്രീസ് ആയി, അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് ക്വാർട്ടറിനെ കാട്ടി ഇൻക്രീസ് ആയി, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു ഗ്രോത്ത് നമുക്ക് തരും. സോ അത് പ്രൈസും നല്ല കുറവാണ്, നല്ല ഹെൽത്തി ഡിവിഡൻഡ് ഉണ്ട്, ഡെപ്റ്റ് ഫ്രീ ആണ്. നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ട് സെഗ്മെന്റിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൈനിങ്, അതുപോലെ പവർ, ലിഗ്നൈറ്റ്, ബൗസൈറ്റ്, അതുപോലെ വിൻഡ്, സോളാർ തുടങ്ങിയ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇവരുടെ കറണ്ട് പ്രൈസ് 49.8 വിച്ച് ഇസ് ലോവർ ദാൻ 100 റുപ്പീസ് ആണ്. ദെൻ അതുപോലെ 52 വീക്ക് ഹൈ 72, 52 വീക്ക് ലോ 29. ഡിവിഡൻഡ് ഈൽഡ് 4.02% ഉണ്ട്. ബുക്ക് വാല്യൂ 140, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1582. ദെൻ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 4.76, ഫേസ് വാല്യൂ 2 ഉണ്ട്. ഇനി സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഡെപ്റ്റ് ഫ്രീ ആണ് സ്റ്റോക്ക്. 0.35 ടൈംസ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നു. നല്ല ഒരു ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്നുണ്ട് 30.73. മിനറൽ ആൻഡ് മൈനിങ് പ്രോഡക്ട്സ് ആണ് സെക്ടർ. കോൾ ഇന്ത്യ, വേദാന്ത, NMDC, MOIL തുടങ്ങിയ സ്റ്റോക്കിലാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ സെയിൽസ് കുറച്ച് ഡിപ്പായി, ബട്ട് ഇവരുടെ നെറ്റ് പ്രോഫിറ്റും കുറച്ച് ഡിപ്പായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മന്ത് നല്ലോണം ഡിപ്പായിരുന്നു. ബട്ട് റിസർവ്സ് ഇൻക്രീസ് ആയി, ടോട്ടൽ അസറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പോൾ ഒരേപോലെയാണ് 2017 മുതൽ സെപ്റ്റംബർ 2020 വരെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ പോസിറ്റീവ് പോയിന്റ് ആണ്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇതാണ് നാലാമത്തെ സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കും 100 റുപ്പീസിന് താഴെ, ഡെപ്റ്റ് ഫ്രീ ആണ്, ഡിവിഡൻഡ് ഡീലിംഗ് സ്റ്റോക്ക് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് വക്രാങ്കി ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കും 100 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്ക് തന്നെയാണ്. കറണ്ട് പ്രൈസ് 58.3, 52 വീക്ക് ഹൈ വരുന്ന 60 റുപ്പീസ് ആൻഡ് 52 വീക്ക് ലോ 17.1. അപ്പോൾ മെയിൻലി ഇവർ ഈ ഗവർണൻസ്, ഇ കോമേഴ്സ്, ലോജിസ്റ്റിക്സ് സെക്ടർ ഇൻക്ലൂഡിംഗ് ബുള്ളിയോൺ, ജൂവലറി, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ബിസിനസ്. ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6176, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 2.54, ROC 3.30 ഉണ്ട്. ഇപ്പോൾ ഡെപ്റ്റ് ഫ്രീ നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 48.65. ഏജൽ, ഡാൻലോ ടെക്നോളജീസ് ആണ്, IT സെക്ടറിലാണ് ഇവരുടെ പിയർ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ സെയിൽസ് കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഇൻക്രീസ് ആയി, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. ബട്ട് വലിയ ഇൻക്രീസ് ഇല്ല, 1% ഒക്കെ ഉള്ളൂ ഇൻക്രീസ് ആയിരിക്കുന്നത്. ദെൻ റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസർവ്സ് മീൻസ് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാർച്ച് 2020ലും സെപ്റ്റംബറിലും ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് മാർച്ച് മുതൽ സെപ്റ്റംബർ മാസം വരെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ FIA കുറച്ച് ഡിപ്പായിട്ടുണ്ട്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നല്ലോണം ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഈ ഒരു 5 സ്റ്റോക്കുകൾ 100 റുപ്പീസിന് താഴെയും നല്ല ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്, നല്ല ഹെൽത്തി ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബോ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം.
സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.